മൈ ഡിയർ ബില്ലണേഴ്സ്, ഈ വരുന്ന 7-ാം തീയതി നമ്മുടെ HR ഇന്നോവേഷൻ്റെ പ്രമോഷൻ മീറ്റിംഗ് തുടങ്ങുകയാണ്. നിങ്ങൾക്കറിയാം, വെറും 500 സീറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ഈ 500 സീറ്റ് ഇന്ന് തന്നെ നിങ്ങൾ ഓരോ ബില്ലണേഴ്സും 4 പേരെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്യണം. ഇന്ന് തന്നെ ചെയ്യണമെന്ന് പറയാൻ കാരണം, പുറത്ത് ഒരുപാട് പേര് എൻക്വയറി നമ്മളെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രതാപൻ സാറ് കഴിഞ്ഞ മീറ്റിങ്ങിൽ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, ഒരു ബില്ലണർ 4 പേരെ വീതം കൊണ്ടുവരണം. പക്ഷേ ആ 4 പേര് നല്ല ലീഡർ ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കണം. ടോട്ടൽ നിങ്ങളടക്കം 5 പേരാണ് നമ്മൾ ഒരു ബില്ലണറെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങളൊരു ബില്ലണറും പ്ലസ് നിങ്ങൾ കൊണ്ടുവരുന്ന 4 ലീഡേഴ്സും. ആ 4 ലീഡേഴ്സിന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്രയും ആക്റ്റീവായവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിവുള്ളവരും നല്ല രീതിയിൽ പ്ലാൻ പ്രസൻറ്റേഷൻ ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കണം നിങ്ങൾ കൂടെ കൂട്ടേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾ നമ്മളെ നേരിൽ വിളിച്ചറിയിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന റെസീറ്റ് പ്രകാരം നിങ്ങൾക്ക് 2 പേരെയോ 3 പേരെയോ കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എങ്കിൽ ബാക്കിയുള്ള സീറ്റ് നമുക്ക് പുറത്തേക്ക് എത്രയും വേഗം കൊടുക്കണം. കാരണം നമുക്ക് അത്രയും എൻക്വയറി ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാവരും വൈകുന്നേരത്തിനുള്ളിൽ പേയ്മെൻറ്റ് അക്കൗണ്ടിലിട്ട് സീറ്റ് നിർബന്ധമായും ബുക്ക് ചെയ്ത് ഇരിക്കണം. ഒരു ടിക്കറ്റിന് 10,000 രൂപയാണ്. എല്ലാവരും ഇന്ന് നൈറ്റ് ഈ ജോയിനിങ് ഫീ അടച്ച് ടിക്കറ്റുകൾ സ്വന്തമാക്കണം. എല്ലാവരും സഹകരിക്കണം. നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം നമ്മളേവരും പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകണം. നമ്മൾ ഒന്നിച്ച് സഞ്ചരിക്കുക തന്നെ വേണം. താങ്ക് യു എവരിബഡി. ഒരുമിച്ച് ഒരുപാട് ദൂരം പോകാനുണ്ട്, പക്ഷേ അത് ജയിലിലേക്കായിരിക്കുമെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈറിച്ച് കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണെന്ന് പറഞ്ഞത് കേരള പോലീസാണ്. കേരള പോലീസ് ബഡ്സ് കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഇത് മണി ചെയിൻ തട്ടിപ്പാണ്, കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാണ് എന്നുണ്ടായിരുന്നത്. ഇതേ കോടതി തന്നെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇത് മണി ചെയിൻ തട്ടിപ്പാണെന്നും അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ഇവർ മേടിക്കുന്നത് അനധികൃത നിക്ഷേപം തന്നെയാണെന്നും അത് വെച്ച് നടത്തുന്ന പബ്ലിക്കിനെ കബളിപ്പിക്കുന്ന മണി ചെയിനാണ് ഇതെന്നും വിധി എഴുതിയിട്ട് അതിൻ്റെ ചൂടാറും മുൻപേ നമ്മളെയൊക്കെ നോക്കി പല്ലളിച്ച്, ഇന്ത്യയുടെ നിയമ സംവിധാനങ്ങളെയൊക്കെ നോക്കി പല്ലളിച്ച് മറ്റൊരു കമ്പനി ജാർഖണ്ഡിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഇതേ കമ്പനി കേരളത്തിൽ ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പെട്ടെന്ന് അടിയന്തരമായിട്ട് ഒരു 50 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 7-ാം തീയതിയിൽ ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആദ്യം 5 ലക്ഷം 20 ലക്ഷം ഒക്കെ ആയിരുന്നു കളക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ അതിൽ ആളുകൾ വീഴാത്തത് കൊണ്ടായിരിക്കണം എമൗണ്ട് ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. 50 പേര് 10,000 രൂപ കൊടുത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഇവർക്ക് കിട്ടുന്നത് 50 ലക്ഷം രൂപയാണ്. ഇത് വെച്ചിട്ട് കേസ് നടത്താനും മറ്റ് ഈ പരാതിയുമായിട്ട് വരുന്നവരെ സെറ്റിൽ ചെയ്യാനും ഒക്കെയാണ് എന്നാണ് നമ്മുടെ മുനവർ സർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ 3,100 കോടി കളക്ട് ചെയ്ത കമ്പനി ഈ 50 ലക്ഷം വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട്. ഇവർ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പരാതി പ്രളയം ആകുമെന്നാണ്. എന്തായാലും നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഒരു കമ്പനി മണി ചെയിൻ തട്ടിപ്പ് കമ്പനിയാണെന്ന് ഒരു സിവിൽ കേസിൽ കോടതി വിധി പറഞ്ഞിട്ട് അതിൻ്റെ തന്നെ ആ ആക്ടിൻ്റെ തന്നെ ക്രിമിനൽ നടപടിയിൽ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുക അതേ ആളുകൾ മറ്റൊരു കമ്പനി തുറന്നിട്ട് ഇതേ ഓപ്പറേഷൻസ്, ഇതേ അനധികൃത നിക്ഷേപം സ്വീകരിക്കലും അത് വെച്ച് മണി ചെയിനും ഒക്കെ തുടങ്ങാൻ പോകുന്നു എന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമായിരിക്കും. വിശേഷിച്ച കേരളത്തിൽ വേറെ എവിടെയും ഇങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ അനുവദിക്കാത്തോടത്തോളം കാലം മറ്റൊരാൾക്ക് പറ്റിക്കാൻ കഴിയില്ല എന്നത് ഒരു ആപ്തവാക്യമായിട്ട് എല്ലാവരും എടുക്കണം. നിങ്ങൾ തന്നെ സൂക്ഷിക്കുകയാണ് വേണ്ടത്. നിയമമൊന്നും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും ഉണ്ടാവില്ല. നിയമമൊക്കെ നിങ്ങളുടെ രക്ഷക്കെത്തുമ്പോഴേക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എല്ലാം പോയിട്ട് ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ആയിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഹൈറിച്ച് കേസിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇവരുടെ പ്രഗത്ഭനായ വക്കീലിനെ കൊടുത്തിട്ട് മാസങ്ങളോളം എടുത്ത വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതിയുടെ വിധി നിങ്ങൾ വായിച്ചിരിക്കും. എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമെന്ന് കരുതുന്നു. അതിൽ ഇവർ നടത്തുന്നത് അനധികൃത നിക്ഷേപമാണെന്നും അത് വെച്ചിട്ട് മണി ചെയിൻ ആണെന്നും വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇനിയും കിട്ടിയിട്ടില്ല എങ്കിൽ ഈ പൈസയൊക്കെ ഇവരുടെ അടുത്ത് കൊണ്ടുകൊടുക്കുന്നതിന് മുൻപ് കോടതിയുടെ വിധി ഒന്ന് വായിച്ച് നോക്കിയാൽ നന്നായിരിക്കും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് നിങ്ങൾ ഇനിയും പൈസയുമായിട്ട് പോകുന്നത് എന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമുള്ളത്, ഞങ്ങൾ കുറച്ച് പേര് ഇങ്ങനെയുള്ള മണി ചെയിൻ സ്കാമുകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്, പല തട്ടിലായിട്ടുള്ള ആളുകളുണ്ട്. ഞങ്ങളെല്ലാം തന്നെ കൈകോർത്ത് നിൽക്കുന്നത് സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ്. ഒരാളും തന്നെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി നിൽക്കുന്നവരെല്ലാം. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ സ്വാധീനിക്കാനെന്നോ ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് ആളുകൾ വരികയാണെങ്കിൽ
അത് തികച്ചും വ്യാജമായ അവകാശവാദങ്ങളാണ്. ഞങ്ങൾ പൈസ വാങ്ങി സെറ്റിൽ ചെയ്യാനോ ഇതിനെതിരെ നിശബ്ദമായി നിൽക്കാമെന്നോ എന്തെങ്കിലും വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് ആളുകളെ ഭീഷണിപ്പെടുത്താനോ ഒന്നും തന്നെ നിൽക്കില്ല. ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ വ്യാജമാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ റീപ്ലൈ കൊടുക്കും. അത് വെച്ചിട്ട് ഞങ്ങളുമായിട്ട് ബന്ധമുണ്ട്, സംസാരിച്ച് ഞങ്ങൾ അവരെ ഒതുക്കിത്തരാം, അവർക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നിങ്ങളോട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തികച്ചും വ്യാജമായ അവകാശവാദങ്ങളാണ്. ഇങ്ങനെയുള്ള ഈ ഹൈറിച്ചുകാർ ഒരുപാട് പൈസ പലയിടത്ത് കൊണ്ടുപോയിട്ട് തൊലച്ചിട്ടുണ്ട്. അതൊക്കെ അറിയാമായിരുന്നിട്ടും അത് നമ്മളെ കൊണ്ട് എടുത്താൽ പൊന്താത്തത് കൊണ്ടാണ് അതൊന്നും പറയാത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ഞങ്ങളുടെ പേരിൽ വരണ്ട എന്ന് കരുതിയിട്ടാണ്. ഇതിലുള്ള ആരും തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ പേരിൽ നിൽക്കുന്നവരല്ല, തികച്ചും സാമൂഹിക പ്രതിബദ്ധത കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഞങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തികമായ നേട്ടം കിട്ടിയാൽ നിശബ്ദരാകാനോ ഉദ്ദേശിച്ച് നിൽക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുമായി ബന്ധമുണ്ട്, അവരെ നിശബ്ദരാക്കി തരാം, അവരെ സെറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അത് തികച്ചും വ്യാജമായ അവകാശവാദമാണ് എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.